ഇലക്ട്രിസിറ്റി ജീവനക്കാരുടെ പിടിപ്പുകേട്, അഴിമതിയുടെ ഈ തുടർക്കഥ ജനത്തെ ഇരുട്ടിലാക്കുന്നു. അയ്യോ ശ്രീദേവി, വിളക്കൊന്ന് കത്തിക്കേ. ഇവൻ ഇത് വായിച്ചുകൊണ്ടാന്ന് തോന്നുന്നു. കറണ്ട് ഉടനെ പോയി. ഓരോന്ന് എഴുതി പിടിപ്പിക്കുമ്പോ ഓർക്കണം, സ്വന്തം വീട് ഇരുട്ടിലാവുന്ന. നമ്മുടെ വീട്ടിൽ മാത്രമേ കറണ്ട് പോയുള്ളോ? പിന്നല്ലാതെ. തിരിയല് മോന്താ ഇത് കൊണ്ടുപോയി വെച്ചിരുന്ന് പഠിക്കേ. പതുക്കെ. പാവം, അടുത്ത ആഴ്ച പരീക്ഷയാ. എടീ, ഞാൻ MA വരെ പഠിച്ചത് റാന്തൽ വിളക്കിന്റെ വെളിച്ചത്തിലാ. അതെ, എന്തിനാ ഇങ്ങനെ എപ്പോഴും പണ്ടത്തെ ബുദ്ധിമുട്ടുകൾ പറഞ്ഞ് അവനെ ബോധ്യപ്പെടുത്തുന്നത്? മറ്റു കുട്ടികളുടെ ശാഠ്യങ്ങളൊന്നും അവനില്ല. നമ്മുടെ കഷ്ടപ്പാടൊക്കെ മനസ്സിലാക്കി തന്നെ അവൻ വളരുന്നത്. ഓർക്കുമ്പോഴാ ഒരു വിഷമം. എല്ലാരും പറയണത് ഞാനൊരല്പം കോംപ്രമൈസ് ചെയ്താൽ മതിയെന്നാ. ഏതെങ്കിലും ഒരു വലിയ പത്രത്തിന്റെ ചീഫ് എഡിറ്റർ കസേരയിൽ ഇരുന്ന് കറങ്ങാം. പക്ഷെ എനിക്ക് ഞാനാകാനല്ലേ പറ്റൂ, മറ്റൊരാളാകാൻ അരുത്. അങ്ങനെ ആലോചിക്ക പോലും അരുത്. മാധവേട്ടനെ പറ്റി എനിക്ക് ഒന്നേ തോന്നിയിട്ടുള്ളൂ, അഭിമാനം. സത്യം. ആരാ അത്? വരണോ? നീ ഏതാ കുട്ടി? എന്നെ രക്ഷിക്കണം, അവര് കണ്ടാൽ കൊന്നുകളയും. ആര്? നീ വിളക്കൊന്ന് പിടിച്ചേ, ഞാൻ നോക്കട്ടെ. പേടിക്കണ്ട, ഇവിടെ ആരും വരില്ല. എന്താ കുട്ടിയുടെ പേര്? എവിടുന്നാ? ട്രീസ. ഞാൻ ഒത്തിരി ദൂരെന്നാ, ബത്തേരി. മോൻ പോയിരുന്ന് പഠിക്കേ. കുട്ടി കാര്യം എന്താന്ന് വെച്ചാ ധൈര്യമായിട്ട് പറ. ആരെയാ കുട്ടി പേടിക്കുന്നേ? ഞാനിവിടെ സച്ചിദാനന്ദ മുതലാളിയുടെ ഫാക്ടറിയിൽ ജോലിക്ക് വന്നതാ. അമ്മച്ചിയുടെ വകയിലുള്ള ജോണി ചൈന ജോലി വാങ്ങി തന്നത്. വൈകിട്ട് കമ്പനി നടത്തുന്ന ഹോസ്റ്റലാണെന്ന് പറഞ്ഞ് എന്നെ അവിടെ കൊണ്ടാക്കിയത്. എന്നെ ചതിച്ചതാ ചേച്ചി. വീട്ടിൽ പോണോന്ന് പറഞ്ഞപ്പോ അവരെന്നെ വല്ലാതെ ഉപദ്രവിച്ചു. എങ്ങനെയാ അവിടെ നിന്ന് ഇറങ്ങി ഓടിയെന്ന് എനിക്കറിയില്ല. അവരെങ്ങനും കണ്ട ഇല്ല, ആരും കുട്ടിയെ ഇനി ഒന്നും ചെയ്യില്ല. അതെ, അകത്തു കൊണ്ടുപോയി വല്ല വെള്ളോ ആഹാരം കൊടുക്ക. ചെല്ലേ. ശ്രീദേവി, എന്താ? നീ ആ ഷർട്ടും ടോർച്ചും എടുത്തേ. മാമ്പൂരിൽ പെൺവാണിഭം, ഉന്നതന്മാരുടെ പങ്ക് തെളിയുന്നു. ടൗൺ ഹാളിന് സമീപം പ്രവർത്തിക്കുന്ന ഒരു നക്ഷത്ര വേശ്യാലയത്തിൽ പ്രമുഖനായ ഒരു രാഷ്ട്രീയ നേതാവിനും വ്യവസായിക്കും പങ്കുള്ളതായി വിവരം ലഭിച്ചിരിക്കുന്നു. ജോലി വാഗ്ദാനത്തിൽ കുടുക്കി നിർധന യുവതികളെ ഇവിടെ എത്തിക്കുകയാണ് പതിവ്. സമൂഹത്തിലെ ഉന്നതരായ പലരും ഇവിടെ നിത്യസന്ദർശകരാകുമ്പോൾ നിയമവും നിയമപാലകരും ആലസ്യത്തിലാഴുന്നു. കൊള്ളാം. ഇതിനാണ് ക്ലിനിക്കൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. അതിവാചാലതയില്ല, വികാരാവേശമില്ല, പ്രിസൈസ് ആൻഡ് ഷാർപ്പ്. കൊള്ളേണ്ടിടത്ത് കൃത്യമായി കൊള്ളു. കൊണ്ടു അല്ലടോ? എവിടെ അവള്? അവളെയും കൊണ്ടല്ലാതെ ഇനി എന്റെ മുന്നിൽ നിന്നെ ഒന്നും കണ്ടുപോകരുത്. അവളെ കിട്ടിയതുകൊണ്ട് മാത്രമായില്ല. മാധവൻ, അയാളാണ് നമ്മുടെ പ്രശ്നം. ഇതുകൊണ്ട് തീരുന്നില്ല. പെൺവാണിഭത്തിൽ പങ്കുള്ള ഉന്നതന്മാർ ആരൊക്കെയാണെന്ന് വെളിപ്പെടുത്തുന്ന പരമ്പര നാളെ മുതൽ ഈ പത്രത്തിൽ തുടങ്ങുക. അതെനിക്ക് വിട് മോനെ. അവന്റെ ഉണക്ക പത്രത്തെയും തീർത്ത് കെട്ടും ഞാൻ. എത്ര പെർഫ്യൂം അടിച്ചാലും തന്റെ ശരീരത്തിൽ നിന്ന് വാറ്റുചാരത്തിന്റെ മണം പോവില്ല. പഴയ 4ാം ക്ലാസ്സും ഗുസ്തിയും വെച്ച് ചിന്തിക്കുന്നുണ്ട് താൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. എടോ, ആയുധത്തെക്കാളും അധികാരത്തെക്കാളും അക്ഷരത്തെ നമ്മൾ പേടിക്കണം. തനിക്കറിയാവല്ലോ, നമ്മുടെ ബിസിനസ് മുഴുവൻ കെട്ടിപ്പൊക്കിയിരിക്കുന്നത് എന്റെ ഒറ്റയാളുടെ പൊളിറ്റിക്കൽ പവറിന്റെ ബലത്തിലാണ്. അത് വെറും ഒരു 1000 കോപ്പി പത്രക്കാരന്റെ 4 കോളം വാർത്തയിൽ അങ്ങോട്ട് തകർന്നു പോയാൽ നോ, ഐ വോണ്ട് ലെറ്റ് ഇറ്റ് ഹാപ്പൻ. അപ്പൊ നമ്മളിപ്പോ എന്ത് ചെയ്യും? ഐസക് സാർ പറ. എടോ, നമ്മൾ ഈ റിസ്ക് ഒക്കെ എടുത്ത് ഈ സെറ്റപ്പ് എല്ലാം ഉണ്ടാക്കിയത് വെറുതെ അല്ലല്ലോ. വേണ്ടപ്പെട്ടവരെ വേണ്ടി വരുമ്പോ കാണാനാ.
ഹലോ. ആ, ഐസക് കണ്ടു. അതിപ്പോ വാർത്ത വന്ന സ്ഥിതിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. ശരി, ഓക്കെ. പോലീസിന്റെ ഭാഗത്തു നിന്ന് അത്രയും ചെയ്യാം. പക്ഷേ സംഗതി കോടതിയിലെത്തിയാൽ അതോർത്ത് സാർ വിഷമിക്കണ്ട, ഞാൻ നോക്കിക്കോളാം. ഹലോ. ഹലോ, ഞാൻ SP RV തമ്പുരാൻ. മാധവേട്ടൻ ഇവിടെ ഇല്ലല്ലോ. ഇല്ലേ? ഒരു കാര്യം പറയാനാണ്. പത്രത്തിൽ ന്യൂസ് കണ്ട ഉടനെ ഞങ്ങൾ വേണ്ട നടപടി എടുത്തിട്ടുണ്ട്. ആ കുട്ടി എന്താ ഉള്ള പേര്? ആ, ട്രീസ. അവളെ ട്രാപ്പ് ചെയ്ത ജോണിയെ ഞങ്ങൾ കസ്റ്റഡിയിലെടുത്തു. ഞാൻ അങ്ങോട്ടൊരു കോൺസ്റ്റബിളിനെ അയച്ചിട്ടുണ്ട്. മാധവേട്ടൻ ഇല്ലെങ്കിൽ വേണ്ട, ട്രീസയും കൂട്ടി മേഡം അത്യാവശ്യമായി സ്റ്റേഷൻ വരെ ഒന്ന് വരണം. നിങ്ങളുടെ രണ്ടാളുടെ മൊഴി രേഖപ്പെടുത്തണം. പിന്നെ ട്രീസ ജോണിയെ തിരിച്ചറിയുകയും വേണം. മാധവേട്ടനില്ലാതെ അതിനെന്താ മേഡം, ഇതൊരു 10 മിനിറ്റിന്റെ കാര്യമില്ലുള്ളൂ. ഇപ്പൊ ഞാൻ ആ കുട്ടിയും കൂട്ടി അങ്ങോട്ട് വരികയെന്ന് പറഞ്ഞ ബുദ്ധിമുട്ടാണ് സാർ. നിങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ തുടങ്ങിയാൽ കഷ്ടമാണ് മേഡം. പോലീസിന് അനാസ്ഥ, പിടിപ്പുകേട് എന്നൊക്കെ ഓരോന്ന് പത്രത്തിൽ എഴുതി പിടിപ്പിക്കും. പക്ഷേ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും നടപടി ഉണ്ടാകുമ്പോൾ തെളിവ് തന്ന് സഹായിക്കാൻ ഈ എഴുതുന്നവരാരും ഉണ്ടാവില്ല. മാഡം ഒന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ആ കുട്ടിയുടെ ഭാഗത്തു നിന്ന് തെളിവ് വരാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ വന്നില്ലെങ്കിൽ ആ ജോണി ആരെങ്കിലും ഇടപെട്ട് ഇറക്കിക്കൊണ്ടു പോകും. അതിനു മുമ്പ് കേസ് ചാർജ് ചെയ്യണം. ഇതാ പാവം പെൺകുട്ടിയുടെ മാനത്തിന്റെ കൂടി പ്രശ്നം. ശരി സാർ, ഞാൻ വരാം. ഹലോ, പ്രസ് ക്ലബ് അല്ലേ? മാധവേട്ടനുണ്ടോ? വന്നില്ലേ? SP അദ്ദേഹം പറഞ്ഞിട്ട് വന്നതാ. സ്റ്റേഷനിലേക്കൊന്ന് വന്നാൽ. ഇതെന്താ ഇവിടെ? ഇവിടുന്ന് കൂടി മൊഴിയെടുക്കണം. കൊച്ചിനെ ഉപദ്രവിച്ചിരക്കണ്ട അറിയൂ. എന്നാ വാ. ഇന്നത്തെ കേരള ജ്വാല കണ്ടായിരുന്നോ? പിന്നെ മാധവേട്ടൻ ഇന്നൊരു കലക്കിയിരിക്കുകയല്ലേ. 100 ആയിസ. എവിടെയായിരുന്നു മാധവേട്ട ഇതുവരെ? അത്യാവശ്യമായിട്ടൊരിടം വരെ പോകേണ്ടതായിട്ടുണ്ട്. മാധവേട്ട ഇരിക്കെ. മാധവേട്ടന്റെ പത്രത്തിന് മാത്രം ഇതൊക്കെ എവിടുന്നാ കിട്ടുന്നത്? കേരള ജ്വാലയെ കുറിച്ച് മാത്രമേ ഇന്ന് സംസാരമുള്ളൂ. അപ്പൊ റെസ്പോൺസ് വന്നു തുടങ്ങി. ഹലോ, ആ കൊടുക്കാം. മാധവേട്ടാ ഫോൺ. ഹലോ, ഗുഡ് മോർണിംഗ്. ഞാൻ SP RV തമ്പുരാൻ. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ വിളിച്ചത് ഒരു നന്ദി പറയാനാ, ഒപ്പം അഭിനന്ദനങ്ങളും. എന്തിന്? ഇന്നത്തെ നിങ്ങളുടെ മെയിൻ സ്റ്റോറി, ഇറ്റ് വാസ് ഷോക്കിംഗ് ആൻഡ് റിവീലിംഗ്. ഹോ, എന്റെ മൂക്കിന് താഴെ ഇങ്ങനൊരു ഏർപ്പാട് നടന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. ഐ ആം അഷൈംഡ് ടു അഡ്മിറ്റ് ദാറ്റ്. ഓ, അറിഞ്ഞിട്ടും പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ലല്ലോ സാർ. ഉണ്ട്. അവിടെ ഇപ്പൊ റെയ്ഡ് നടക്കുക. ഒരൊറ്റ എണ്ണം രക്ഷപ്പെടാത്ത വിധത്തിൽ ഞാൻ ട്രാപ്പ് ചെയ്തു. ഞാൻ ഈ വിവരം വിളിച്ചു പറയുന്ന ആദ്യത്തെ പത്രക്കാരനാ നിങ്ങള്. ഇങ്ങോട്ട് വന്നോളൂ, നാളത്തേക്കൊരു ലീഡ് സ്റ്റോറി ആകും. ഓക്കെ? എങ്ങോട്ട് പോകുന്നു? മാറി നിക്കടി അങ്ങോട്ട്. എന്ത് അക്രമമാണ് ഈ കാണിക്കുന്നത്? ഞാൻ അവരെ മൊഴി എടുക്കാൻ കൊണ്ടതാണ് സാർ. താന്റെ മൊഴി സാറ് പറഞ്ഞിട്ടല്ലേ ഞാൻ അവരെ. നിങ്ങളോടെന്താ പ്രത്യേകിച്ച് പറയണോ? നടക്ക്. എങ്ങോട്ട് പോവാ? അച്ഛൻ അത്യാവശ്യമായിട്ട് കുറച്ച് ഫോട്ടോ എടുക്കാൻ പോവാ. ഞാനും വന്നോട്ടെ? വേണ്ട മോനെ, മോൻ വീട്ടിലോട്ട് വയ്ക്കോ. അച്ഛാ ഞാനും വന്നോട്ടെ പ്ലീസ്. എന്നാ വേഗം കേറ്. കേറിയോ? സൂക്ഷിച്ചിരി. ടാറ്റാ, നാളെ കാണാം. ടാറ്റാ.
ദേ അമ്മ. അയ്യോ അമ്മേ. ഹലോ മിസ്റ്റർ മാധവൻ, നാളത്തേക്കുള്ള മെറ്റീരിയൽസ് എല്ലാം കിട്ടിയല്ലോ. ഫോട്ടോ എല്ലാം എടുക്കണം, മറക്കരുത്. സാർ അത് എന്റെ ഭാര്യയാണ്. റിയലി? ഓ കഷ്ടം. സാർ എന്താ ഈ പറയുന്നത്? അവളിവിടെ. സാർ ഇതിന്റെ പുറകിൽ എന്തോ ചതിയുണ്ട്. ചതിയോ? എന്ത് ചതി? പത്രത്തിൽ വെണ്ടക്കാൻ നിർത്തുമ്പോ അറിയില്ലായിരുന്നോ ഭാര്യയ്ക്ക് ഇങ്ങനെയും ചില ഏർപ്പാടുകൾ ഉണ്ടായിരുന്നു? എന്തു പറഞ്ഞടാ? ഈ കേസിലെ സാഹചര്യങ്ങളും തെളിവായി ഹാജരാക്കപ്പെട്ട രേഖകളും പരിശോധിച്ചതിൽ നിന്ന് കോടതിക്ക് മുമ്പിൽ ഹാജരാക്കപ്പെട്ട പ്രതികൾ അപഥസഞ്ചാരത്തിൽ ഏർപ്പെട്ടിരുന്നതായി പ്രഥമദൃഷ്ട്യാ ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിനാൽ പ്രതികളെ 14 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് റിമാൻഡ് ചെയ്തുകൊണ്ട് ഈ കോടതി ഉത്തരവിടുന്നു. നടക്കടി. അയ്യോ അമ്മേ. അമ്മേ. ബുദ്ധി എന്ന് പറഞ്ഞ ഈ ഐസക് സാറിന്റെ ബുദ്ധിയാ ബുദ്ധി. ഇങ്ങനെയൊക്കെ ഈ തലയിൽ തോന്നിയില്ലായിരുന്നെങ്കിൽ നമ്മുടെയൊക്കെ കാര്യം പോക്ക്. മതി വലിച്ചു കയറ്റിയത്. സാർ അത് പറയരുത്, അത് മാത്രമേ പറയരുത്. ഞാൻ ഇപ്പോ ഒരു 1-ാം തരം ആശ്വാസ കുടിയാണ് കുടിച്ചിരിക്കുന്നത്. എന്ത് പറ്റുമെന്നോ സാറേ, ആകെ ഗ്ലൂമി ആയിട്ട്? അയ്യോ, ഞാൻ ഈ സാറിനെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ പെട്ട ഒരു പാട്. സാറ് നമ്മളെ പോലെ ഒരാളല്ല, കുറച്ച് ഇച്ചിരി മനസ്സാക്ഷിയുള്ള ആളാണ്. സാർ ഐ നോ, സാറിനെ പോലുള്ള ഒരാൾക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് നടന്നത്. പക്ഷെ എന്ത് ചെയ്യാം, വി ഹാഡ് നോ അതർ വേ. നൗ ഹാവ് എ ഡ്രിങ്ക് പ്ലീസ്. ഇതിത്തിരി കടന്നുപോയി ഐസക്. ഞാൻ പുണ്യവാളനാണെന്നൊന്നും പറയുന്നില്ല. എനിക്ക് ചില ദൗർബല്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് വഴങ്ങേണ്ടി വന്നത്. ബട്ട് ദിസ് ഈസ് ടു മച്ച്, ജസ്റ്റ് ടു മച്ച്. മിസ്റ്റർ മാനോൻ, ഡോണ്ട് ഗെറ്റ് വർക്ക്ഡ് അപ്പ്. ടേക്ക് ഇറ്റ് ഈസി. ഐസക്, 1 മിനിറ്റ്. ദേ, ഇതിനേക്കാൾ വലിയ കുറ്റബോധമായിട്ട് ഒരുത്തനപ്പുറത്ത് നിൽപ്പുണ്ട്. ഹെഡ് കോൺസ്റ്റബിൾ ചന്ദ്രൻ നായർ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് അയാളെ നല്ല പേടിയുണ്ട്. അയാളെ വിളിക്ക്. ഡോ ചന്ദ്ര. അല്ല, ആരേത്? വാ വാ. നല്ല ആളാ. മോൾക്ക് TTCക്ക് അഡ്മിഷൻ ശരിയാക്കാൻ വേണ്ടി ദിവസം 3 പ്രാവശ്യം എന്നെ വന്ന് കാണുമായിരുന്നു. ഇപ്പൊ കാര്യം നടന്നു കഴിഞ്ഞപ്പോ പിന്നെ ഇങ്ങോട്ടില്ല അല്ലേ? ഒരെണ്ണം പിടിപ്പിക്കും. വേണ്ട സർ. കഴിക്കടോ. വേണ്ട. ഓ, ഏമാന്റെ മുമ്പിൽ വെച്ച് എങ്ങനെയാന്ന് ആലോചിച്ചിട്ടാവും. അങ്ങനെയൊന്നുമില്ല. ദിസ് ഇസ് സ്ട്രിക്ട്ലി അൺഒഫീഷ്യൽ. പിടിക്കേ. തനിക്കെന്താ, നല്ല സുഖമില്ലേ? അതോ എന്തെങ്കിലും മനപ്രയാസമാണ്? എന്നാലും മാധവേട്ടനോട് ചെയ്തത് കുറെ കടുപ്പമായി പോയി സാർ. അറിയാതെ ആണെങ്കിലും ഞാനും കൂടി അതിന് കാരണമായി നോക്കുമ്പോൾ. ഒന്ന് നിർത്തണം. അയാൾ പറഞ്ഞത് ശരിയാ, നമ്മൾ ചെയ്തത് കുറെ കടുപ്പമായി പോയി. പക്ഷെ എന്ത് ചെയ്യാം, യുദ്ധത്തിൽ നീതിയില്ല, ശത്രു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് താൻ ഇതുവരെ ഒന്നും കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. പഠിപ്പൊക്കെ കഴിയുമ്പോൾ മോൾക്കൊരു ജോലിയൊക്കെ ശരിയാക്കണ്ടേ? പിന്നെ നല്ല രീതിയിൽ ഒരു കല്യാണം. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ജീവിക്കുന്നതൊക്കെ ആർക്ക് വേണ്ടിയാ? നമ്മുടെ മക്കൾക്ക് വേണ്ടി. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ? ഏയ് ഇല്ല, ഒന്നും സംഭവിക്കില്ല, സംഭവിക്കരുത്.
ആരത്? മാധവേട്ടനോ? വരണം വരണം. സാറുണ്ടല്ലേ? ഞങ്ങളെല്ലാരും കൂടെ പോലീസ് റെയ്ഡിനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാലും മാധവേട്ടന് സമ്മതിച്ചിരിക്കുന്നു. മാധവേട്ടൻ പത്രത്തിൽ എഴുതിയത് വായിച്ചപ്പോഴല്ലേ ഞങ്ങൾ ഈ സംഗതി അറിയുന്നത്, അല്ലേ തമ്പുരാൻ സാറേ? എടോ സച്ചി, തനിക്കറിയാമായിരുന്നു തന്റെ സ്വന്തം സ്ഥലത്ത് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നുണ്ടെന്ന്? എന്നാൽ ഒന്നും അറിയാത്തവർക്ക് അറിയാൻ ഒരു വാർത്ത കൂടി പറയട്ടെ. എന്റെ ഭാര്യ ശ്രീദേവി ആത്മഹത്യ ചെയ്തു. മച്ചിൽ തൂങ്ങി നിന്ന് അവരുടെ ശരീരം താഴെ ഇറക്കുന്ന കണ്ടിട്ടാ ഞാൻ വരുന്നത്. അതുകൊണ്ട് വാർത്ത തീർന്നില്ല. 4 കൊലപാതകങ്ങൾ, പിടിച്ച 4 നായ്ക്കളെ ജീവനോടെ ഞാൻ വിടില്ല. ദ്രോഹി സോറി തമ്പുരാൻ. ഓ വേണ്ട, ഞാൻ നിയമം കയ്യിലെടുക്കുന്നില്ല. ചെയ്യേണ്ടവർ തന്നെ ചെയ്യുന്നതാണ് അതിന്റെ ഒരു ശരി, അല്ലേ തമ്പുരാൻ സാറേ? ചന്ദ്രനാരെ തനി വാ, ഇത് പിടിക്കടോ. തമ്പുരാൻ സാറേ ഒന്ന് പറഞ്ഞാട്ടെ. Take the gun, I say. Shoot him. Shoot him. Shoot him. Shoot him. അത് ചെയ്തു കുഞ്ഞെ, ഈ കൈകൊണ്ട്. അന്നു മുതൽ ഇന്ന് വരെ സ്വസ്ഥത എന്തെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഭാരം അടക്കി വെച്ച പോലെ എനിക്കിന്നെല്ലാം മറന്നൊന്നുറങ്ങണം. ഒക്കെ പറഞ്ഞു തീർത്തിട്ട് തനിക്ക് ഉറങ്ങണമല്ലേ? എന്നാൽ ഇതൂടെ കേട്ടോ. സ്വന്തം അമ്മ വഴിപഴച്ചവളാണെന്നോർത്ത് 20 വർഷം ഉറക്കം നഷ്ടപ്പെട്ട ഒരു മകനുണ്ട്. വഴിപഴച്ച ഭാര്യ കാരണം ആത്മഹത്യ ചെയ്ത അച്ഛനെ ഓർത്ത് നിശബ്ദം കരഞ്ഞിരുന്ന ഒരു മകൻ. അറിയാവുന്നവരിൽ നിന്നല്ല ഓടി ഒളിച്ച് സ്വയം ഒരു അന്യനായി ജീവിക്കുന്ന മകൻ. ഞാൻ എന്റെ കോടതിയിൽ തനിക്ക് മാപ്പില്ല. വേണ്ട സാർ, വേണ്ട സാർ, പ്ലീസ്. ഇല്ല, കൊല്ലില്ല. എനിക്ക് തന്നെ വേണം. എന്റെ അമ്മ പരിശുദ്ധയായിരുന്നുവെന്ന് താൻ ഈ ലോകത്തോട് ഉറക്ക വിളിച്ച് പറയും. മാനം ഭയന്ന് ആത്മഹത്യ ചെയ്ത് ഒരു ഭീരുവായിരുന്നില്ല എന്റെ അച്ഛനെന്ന് തന്നെ കൊണ്ട് ഞാൻ പറയിക്കും. പറയാം കുഞ്ഞെ, ഏത് കോടതിയിൽ വേണമെങ്കിലും ഞാൻ പറയാം. കോടതിയിൽ? ഈ 4 പേരുടെ വിധി ഞാൻ എഴുതി കഴിഞ്ഞു. എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു ഭാരം അടക്കി വെച്ച പോലെ എനിക്കിന്നെല്ലാം മറന്നൊന്നുറങ്ങണം. വിജയ്, എനിക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. ഒന്നും അറിയാതെ ഞാൻ വിജയനെ... എന്നോട് ക്ഷമിക്കൂ വിജയ്. വിജയ് ചെയ്തത് തെറ്റോ ശരിയോ ഒന്നും പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഇനി വേണ്ട, ഒന്നും വേണ്ട. എന്റെ ശരിയും തെറ്റും എനിക്ക് വിട്ടേക്കൂ. നീ എന്ത് പറഞ്ഞാലും ഈ തീ അണയില്ല. എന്നോട് ക്ഷമിക്കൂ, എന്നെ മറന്നേക്കൂ. ചന്ദ്രൻ നായർ? അതെ സർ, അയാൾ മാംപൂർ സ്റ്റേഷനിൽ നിന്നും റിട്ടയർ ചെയ്തു ഇൻ 1980. എത്ര നാളായി മിസ്സിംഗ്? 28 ദിവസം.
മകള് കല്യാണം കഴിച്ച് പോയ ശേഷം ഒറ്റയ്ക്കായിരുന്നു താമസം. വിവരമറിഞ്ഞ് അവരാണ് പരാതി തന്നിരിക്കുന്നത്. ലോക്കൽ പോലീസിന് ഇതുവരെ തുമ്പൊന്നുണ്ടാക്കാൻ പറ്റിയിട്ടില്ല. നമുക്ക് പണിയായി സാർ. ഈ ചന്ദ്രൻ നായർ മരിച്ച തമ്പുരാൻ സാറിന്റെ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്നു. ഏതാണ്ട് ഒരു ആശ്രിതം. തമ്പുരാൻ സാറ് മരിക്കുന്നതിന് 20 ദിവസം മുമ്പാണ് ഇയാളെ കാണാതായത്. സാർ, അപ്പോ ഈ രണ്ട് സംഭവം തമ്മിൽ എന്തോ ലിങ്ക് ഉണ്ടല്ലോ. പോടോ ലിങ്ക്. നോ, ഹീസ് റൈറ്റ്. നമുക്ക് എത്രയും പെട്ടെന്ന് ആ